അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല, അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയാ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനുനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും. അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട, അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ്ട പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? ഡോക്ടറല്ലേ ഇതൊക്കെ പറഞ്ഞത്, ദൈവമല്ലല്ലോ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. മോളെ, ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. പള്ളിയിലും മഠത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലല്ലേ? ഞാനും പിള്ളേരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. മനസ്സോർന്ന് പറഞ്ഞ ഈശോ കേൾക്കും. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മ സമാധാനായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ജോലിയെടുത്ത് അമ്മയും പിള്ളേരെ നോക്കാം. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.